ഇതൊരു അണ്ടർ റേറ്റഡ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എല്ലാവരും പാലക്കാടിനെയാണ് ഭയങ്കര ഒരു സംഭവമായിട്ട് പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ തെക്കെന്നുള്ളവർക്കെല്ലാം പെട്ടെന്ന് പോകാൻ പറ്റിയൊരു സ്ഥലം, പാലക്കാട് ഫീൽ തന്നെ തോന്നുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇതിനെക്കുറിച്ച് വലുതായിട്ട് ആരും അങ്ങനെ പറയുന്നതും കേട്ടിട്ടില്ല. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, നല്ല ഭംഗിയായിരിക്കും പക്ഷേ അറിയപ്പെടാതെ പോകും. നല്ല നല്ല സ്ഥലങ്ങളെ അത് സത്യം പറഞ്ഞ ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഭഗവതിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നത്തെ ദിവസം ക്രിസ്മസ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങോട്ട് പോകണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ദിവസം വെറുതെ അങ്ങനെ കളയണ്ട, എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഭഗവതിപുരം എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലാണ് ഭഗവതിപുരം എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഞാൻ വന്നത് കൊല്ലത്തുനിന്നാണ്. കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തു നിന്നെല്ലാം വളരെ പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഭഗവതിപുരം എന്ന് പറഞ്ഞ സ്ഥലം. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഗുരുവായൂർ ടു മധുരൈ എക്സ്പ്രസ് ഉണ്ട്. കുറച്ചധികം ജനറൽ കമ്പാർട്ട്മെൻറ്റുള്ള ട്രെയിനാണ് മധുരൈ എക്സ്പ്രസ്. 16328 എന്നാണ് ട്രെയിൻ നമ്പർ. കൊല്ലത്തുനിന്ന് ഇവിടം വരെ വരുന്നതിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് 50 രൂപയേ ഉള്ളൂ. ജനറൽ കമ്പാർട്ട്മെൻറ്റ്, സ്ലീപ്പർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടംപോലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടും. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയെല്ലാം കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 13 കണ്ണറ പാലവും പിന്നെ വരുന്ന വഴിക്കെല്ലാം നല്ല അതിവിശാലമായിട്ടുള്ള വലിയ വലിയ മലനിരകളും പിന്നെ അതിവിശാലമായിട്ടുള്ള വയൽ പ്രദേശവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ട് യാത്ര ചെയ്ത് വരാം. ട്രെയിനിൻ്റെ സമയം പറഞ്ഞില്ലല്ലേ. ഗുരുവായൂരിന്ന് എല്ലാ ദിവസവും രാവിലെ 5:50 ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോട്ടയം വഴി വരുന്ന ട്രെയിനാണ്. എറണാകുളം ടൗൺ വഴി, കോട്ടയം വഴി, കൊല്ലം വഴി, പുനലൂർ വഴി, ചെങ്കോട്ട, തെങ്കാശി, മധുരൈ അങ്ങനെ പോകുന്ന ട്രെയിനാണ് ഞാൻ ഈ വന്ന ട്രെയിൻ. 5:50 ഗുരുവായൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി 12:20 ആകുമ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും. 12:20 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ വൈകുന്നേരം 3:30 ആകുമ്പോൾ ഈ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലെത്തും. അങ്ങനെ ഞാൻ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കട, ഒരു ചായക്കട, ഹോട്ടൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളൊരു കടയാണത്. എന്തായാലും അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് ഹൈവേയിലേക്കാണ്. NH 744 പോകുന്നത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റോഡെത്തും. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് ഈ പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഈ കടയോട് ചേർന്ന് പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗം കാണാം. സത്യത്തിൽ ഈ ഒരു ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനായിരുന്നു. എന്നാൽ ഇപ്പോഴല്ല എന്നല്ല, പക്ഷെ എന്നാലും പഴയ റെയിൽവേ സ്റ്റേഷനും പരിസരവും കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ചധികം മരങ്ങളൊക്കെ ആയിട്ടേ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഇലക്ട്രിക് ലൈൻ വന്നപ്പോൾ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി. ഈ ഒരു ഭഗവതിപുരം, ഇനി എപ്പോഴെപ്പോഴും ഭഗവതിപുരം എന്ന് പറയുന്നില്ല. അപ്പോഴെന്തായാലും ഈ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് കുറച്ചധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷിൻ്റെ കുട്ടി എന്ന് പറഞ്ഞ സിനിമയും പിന്നെ കുറച്ചധികം തമിഴ് സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു, അത്രയും ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ഈ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. മരങ്ങളെല്ലാം പോയപ്പോൾ ആ ഒരു ഭംഗി കുറഞ്ഞിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ട് ഒരു പുളിമരം നിൽക്കുന്നതൊക്കെ, അതിനകത്ത് കുറച്ചധികം പുളികൾ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇവിടെ ഒരു പഞ്ഞിമരമുണ്ട്, പഞ്ഞിക്ക. ബാക്കിൽ നിന്ന് വെട്ടമടിക്കുന്നതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. നോക്കാം. ഇതാ കണ്ടില്ലേ, മുമ്പൊക്കെ തലയണയിലും മെത്തയിലും എല്ലാം ഇതിൻ്റെ കായ്ക്കകത്തുള്ള പഞ്ഞി വെക്കുമായിരുന്നു. എന്തായാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൂടെ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ നല്ല ഭംഗിയുള്ള വയൽ പ്രദേശമെല്ലാം കാണാം. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടതായിരുന്നു, എന്നാലും ഒന്നും കൂടെ കാണാം. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് വയൽ പ്രദേശങ്ങളാണ്. അവിടെ കൃഷി ചെയ്യുന്നവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചായ്പൊക്കെ ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് എടുക്കാനല്ല, ഒരു കാവൽക്കാരൻ ഇരിക്കുന്നത് പോലെ ഇരിക്കാം. എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്, അവിടെയും ഉണ്ട് ഒരു ഷെഡ്. നല്ല പച്ച കളറിൽ കാണുന്നുണ്ട്. കതിരെല്ലാം കിളിച്ച് റെഡിയായി വരുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി പോകാൻ സാധ്യതയുണ്ട്. കാര്യം ഈ ഒരു പച്ച കളർ മാറിയിട്ട് ഗോൾഡൻ കളറാവും. ഭംഗി പോകുമെന്ന് പറയുമല്ല, പക്ഷേ എന്നാലും ഈ ഒരു പച്ച കളറിൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. കാറ്റടിച്ച് ഇങ്ങനെ ആടുന്നത് നോക്കേ, നൈസ് കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ ആടുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഫീലുണ്ട്. വയൽ വരമ്പിലൂടെ വഴിയുണ്ട്. ഈ വഴിയിലൂടെ നമുക്ക് നടന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. എവിടെയോ കന്നുകാലികൾ നടന്നു പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ മണി ഇങ്ങനെ കിളിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, കിളി എന്നും പറഞ്ഞിട്ട് ആ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വഴിയിലൂടെ നടക്കാനൊരു പ്രത്യേക ഫീലുണ്ട്. തേങ്ങയൊക്കെ വീഴാറായി നിൽക്കുക, സൂക്ഷിച്ച് നടക്കണം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഷെഡ്, അത് ഇവിടെയും കാണാം. കുടിക്കാനുള്ള വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്.
ഈ ഒരു സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഡിസംബർ 25 ഒരു അടുത്ത മാസം പകുതി വരെയൊക്കെ കാണുമായിരിക്കാം ഈ ഒരു പച്ചപ്പേ. പിന്നീടായി കഴിഞ്ഞാൽ ഗോൾഡൻ കളറാവും. ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. ഈ ഒരു 1-2 ആഴ്ചക്കകം വന്നു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം, നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു വേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. തട്ടായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഓരോരോ തട്ടായിട്ട് നോക്കേ, അവിടെ ഒരു തട്ട്, അതിൻ്റെ താഴെ ഒരു തട്ട്, അങ്ങനെ ഇങ്ങനെ തട്ടായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലായിടത്തും ഇങ്ങനെ ഒരു നെൽകൃഷി തട്ടായിട്ട് അങ്ങനെ കാണാറില്ല. നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നെൽകൃഷി കാണാറുള്ളത്. പക്ഷേ ഇവിടെ നോക്കേ, ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തട്ടായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ നേരിട്ട് നോക്കുമ്പോൾ തട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇളം കാറ്റിൽ ഈ ഒരു തണലത്തൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. ഈ ഒരു പച്ചപ്പും ഹരിതാപവും എല്ലാം കണ്ടുകൊണ്ട് ആ വലിയ വലിയ മലനിരകളെല്ലാം കണ്ട് ഇതുവഴിയിലൂടെ ഇങ്ങനെ നടക്കാൻ ഒരു ഫീലുണ്ട്. ഇതെവിടെയായിട്ട് നോക്കേ, റെയിൽവേ ട്രാക്കിന് അപ്പുറത്തായിട്ട് ഓരോ അമ്മമാർ അവരുടെ വീട്ടിലെ കന്നുകാലികളെല്ലാം മേയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ബാക്കിലായിട്ടൊരു ആട് പോകുന്നത് നോക്കേ. ഇതെവിടെയായിട്ട് നോക്കിയാൽ വലിയൊരു മലനിരയും കാണാം. മുകളിലായിട്ട് വലിയൊരു പാറപ്പുറം എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും അല്ലേ. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല. ഭാവിയിൽ എനിക്ക് തോന്നുന്നു അതെല്ലാം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാവാൻ സാധ്യതയില്ലാതില്ല. ആ ഒരു മലനിര നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഇതിവിടെ താഴെയായിട്ട് അവിടെയായിട്ടൊരു അമ്പലം കാണുന്നുണ്ട്. ആ ഒരു സ്ഥലം കാണാനൊരു ഫീലുണ്ട്. നോക്കേ, അത് കൊള്ളാം അല്ലേ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊന്ന് നോക്കിയാലോ. അങ്ങനെ ഞാനിവിടെ കന്നുകാലി മേയ്ക്കാൻ നിന്നൊരു അമ്മയോട് ചോദിച്ചു, ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വഴി, ആ ഒരു കാവിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോഴത്തെ ഇതുവഴി കൂടെ നടന്നു പോകണമെന്നാണ് പറഞ്ഞത്. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളം കെട്ടി കിടപ്പുണ്ട്. ഇത് ക്രോസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വഴിയുണ്ട്. ഈ വഴി കൂടി ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോകാം. എന്തായാലും നമുക്ക് അവിടം വരെ പോയിട്ട് വരാം അല്ലേ. എനിക്ക് ആ ഒരു സ്ഥലം കണ്ടിട്ട് അങ്ങോട്ടേക്കൊന്ന് പോകാൻ തോന്നുന്നു. പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഐസ്ക്രീം വണ്ടിയുടെ പോലത്തെ സൗണ്ട് കേൾക്കുന്നില്ല. ഇതാ ഇവിടെ ഒരു കന്നുകാലി മേഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പുല്ല് പറിച്ച് കഴിക്കുന്ന സൗണ്ടേ. എന്തായാലും നമുക്ക് ഈ ഒരു വഴിയിലൂടെ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ചെറിയ ഒരു അരുവിയാണ്, കുറുകെ ഒരു കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചവിട്ടി നമുക്ക് ക്രോസ് ചെയ്യാം. കന്നുകാലികളെല്ലാം പോയിരിക്കുന്ന ആ ഒരു ചവിട്ടിയിരിക്കുന്ന പാട് കണ്ടില്ലേ, ഇതവിടെ എല്ലാം ഉണ്ട്. ഇവിടെ രാത്രിയാകുമ്പോഴേ മ്ലാവെല്ലാം വെള്ളം കുടിക്കാൻ വരുമെന്ന ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത്. മ്ലാവെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു മാൻ പോലത്തെ ഒരു ജീവിയാണ്, ഒരു വന്യമൃഗമാണ്. അതൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഈ ഒരു സ്ഥലം. ശരി, ഇപ്പോഴും നല്ല വേനലാണ്, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എന്തായാലും ഞാൻ നടന്ന് ആ ഒരു മലനിര ലക്ഷ്യമിട്ട് നടക്കുവാണ്. മലനിരയല്ല, മലനിര. ഒരു സേഫ്റ്റിക്ക് ഒരു കമ്പെടുത്ത് കൈ വെച്ചേക്കാം. കമ്പ് തന്നെയല്ലേ, പാമ്പൊന്നും അല്ലല്ലോ. ചില പാമ്പുകളുണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പ് പോലെയൊക്കെ ഇരിക്കും. അതാ കണ്ടില്ല, ഈ വഴിയിലൊക്കെ ഇങ്ങനെ വകഞ്ഞ് മാറ്റി പോവാം. വലിയ കാടൊന്നുമില്ല, ഈ ഒരു ലെവൽ ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ്. എന്തായാലും നമുക്ക് നടന്ന് നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം, അരുവിയുടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെ, ഇവിടെ ആയിട്ടൊരു ചെറിയൊരു വെള്ളം കാണുന്നുണ്ട്, കണ്ടില്ലേ. അവിടെ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താ, ഇവിടെ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ. ഞാൻ അവിടെ ആയിട്ടാണ് വീഴുന്നത്, ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ ആയിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു അംശം കാണാം, കണ്ടില്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു അരുവി ഒഴുകി വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഒഴുകി നമ്മൾ നേരത്തെ ആ നടന്നു വന്ന വഴിയില്ലേ, അവിടെ വരുന്ന അരുവി ഈ അരുവിയാണ്. ഇവിടേക്കായിട്ട് മീനുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ബ്ലക്കെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വീഡിയോ ഓണാക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. നോക്കട്ടെ, എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു വ്യത്യസ്തമായ പക്ഷി ഇതവിടെ ഇരിക്കുന്നു. സൂം ചെയ്ത് കാണിച്ചു തരാം. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് പറന്നു പോകും. ഇതായിരിക്കുന്നുണ്ടാ, പോയി. യെസ്, അങ്ങനെ നമ്മൾ നടന്ന് പോസ്റ്റ് കണ്ടിട്ടുണ്ട്. ബൾബെല്ലാം ഇട്ടിട്ടുണ്ട്. ബൾബ് ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. ഒരു ലൈറ്റൊക്കെ ഉണ്ട്, നോക്കാം നമുക്ക്. ഉപയോഗശൂന്യമായതാണ്. ഇതെവിടെയായിട്ട് നോക്കേ, വലിയൊരു പുളിമരം നിൽപ്പുണ്ട്. അതിനകത്ത് ഒരുപാട് പുളികൾ പാകമായിട്ട് നിൽപ്പുണ്ട്. ഇവിടെയും ഉണ്ട്. ഇതുവാ ഈ പോസ്റ്റിന് അങ്ങോട്ടായിട്ടും അവിടെയും ഉണ്ട്. ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ വഴികൾ, പിന്നെ അങ്ങോട്ട് വഴി കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിലായിരിക്കും ഈ അമ്പലം തുറക്കുന്നതേ. അതുകൊണ്ട് ചെറിയ വഴിയുണ്ട്, ഇതാ കണ്ടില്ലേ. നമ്മൾ നേരത്തെ തിരക്കി വന്ന അമ്പലത്തിൻ്റെ ആ ഭാഗമൊന്നും കാണുന്നില്ല. അമ്പലത്തിലെ പൂജാരിയും പോറ്റിയും അങ്ങനത്തെ ആൾക്കാർ മാത്രം നടന്നു പോകുന്ന
വഴിയായിരിക്കാം. ഞാൻ നടക്കുന്ന ആ ഒരു ശബ്ദവും എൻ്റെ സൗണ്ടും മാത്രമേ ഉള്ളൂ, വേറെ ശബ്ദങ്ങളൊന്നുമില്ല. കൊച്ചു കൊച്ചു ചീവീടിൻ്റെയും കിളിയുടെയൊക്കെ സൗണ്ടുണ്ട്, പക്ഷെ അല്ലാതെ വേറെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. എന്തായാലും നല്ല ഒരു ഫീലുണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കാനേ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ഒരു വലിയ മലനിരയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ നടക്കാം. പക്കികൾ കിടന്ന് പറക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലായിട്ടേ, ചെറിയ ചെറിയ പക്കികൾ. ഈ കമ്പ് വീശുന്ന സൗണ്ട് വരെ കേൾക്കുന്നുണ്ട്. രജനീകാന്തിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, കണ്ടില്ലേ? യെസ്, അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോഴതോ അവിടെയായിട്ട് ഒരു ഷീറ്റെല്ലാം കാണുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യം എത്താറായിരിക്കുവാണ്. ഇവിടെ എന്താ കിണറാണോ? ഒരു റൗണ്ട് കാണുന്നുണ്ട് ഇവിടെ ആയിട്ടേ, ഒരു റൗണ്ട് കാണുന്നുണ്ട്. കിണറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിംഹത്തിൻ്റെ ഗുഹ വല്ലതും ആണോ ഇനി? സിംഹത്തിൻ്റെ മട, ഗുഹയല്ല മട. എന്തായാലും അവിടെ ഒരു കുഴി കാണുന്നുണ്ട്, സൂക്ഷിച്ച് വരണം. എന്താ ഇതുവഴി ഇങ്ങനെ നടന്നു വരുമ്പോഴേ ആ കുഴിയിലോട്ട് വീണ് കഴിഞ്ഞാൽ പണിയാണ്. ഇങ്ങോട്ടൊരു കുഴിയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കിണറാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കമ്പിറക്കി നോക്കാം. കമ്പിറങ്ങി അങ്ങ് ചെല്ലുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, കമ്പിറങ്ങി അകത്തോട്ടങ്ങ് ചെല്ലുന്നുണ്ട്. വലിയ കുഴിയാണത്. യെസ്, അങ്ങനെ നമ്മൾ ആ കണ്ട അമ്പലം അല്ലെങ്കിൽ കാവ് അതിനടുത്ത് എത്താറായിരിക്കുവാണ്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. എന്തായാലും നടന്ന് ഇത്രയും ദൂരം വന്നെങ്കിലും ഒരു നഷ്ടവുമില്ല. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതാ നോക്കി, ഈ ഒരു മരമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇതെവിടെയായിട്ട് കലമെല്ലാം വെച്ചിട്ടുണ്ട്, ചട്ടിയും കലമെല്ലാം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ടായിരിക്കും. ഇതെവിടെയായിട്ട് അടുപ്പെല്ലാം കാണാം. അടുപ്പ്, പിന്നെ ഉരൽ ഇതാ, ഉരലിനകത്ത് ഇടിക്കുന്ന സാധനം അതെല്ലാം ഉണ്ട്. പകലാണെങ്കിലും ബൾബ് കത്തി കിടക്കുവാണല്ലോ. ഇവിടെ സ്വിച്ച് എവിടെയാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാമായിരുന്നു. ഒരു പക്ഷേ ഇത് ഓണാക്കി ഇട്ടിരിക്കുമായിരിക്കും. കാര്യം എന്താണെന്നറിയോ, രാത്രി ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഈ വെട്ടം നോക്കിയായിരിക്കും വരുന്നത്. നമ്മൾ വെറുതെ നന്മ ചെയ്തിട്ടേ ആൾക്ക് പണി കിട്ടണ്ട, അത് ഓണായി കിടക്കട്ടെ. ഇതാ നോക്കേ, ഇത് നല്ലൊരു എന്താ പറയുന്നത്, ഇത് നേരിട്ട് കാണണം കേട്ടോ. നേരിട്ട് കണ്ടെങ്കിലേ ആ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഒരു നിശബ്ദത, പിന്നെ ഒരു വനം ഫീല്, മനസ്സിലായില്ലേ? ശരിക്കും ഒരു വനം ഫീല് ചെയ്യുന്നുണ്ട്. വനം ഫീലോ, വന അനുഭവം, അങ്ങനത്തെ ഒരു അനുഭവം തോന്നുന്നുണ്ട്. അതാ നോക്കി, ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പട്ടൊക്കെ കെട്ടി ആ ഒരു ആലിൻ്റെ ചുവട്ടിലായിട്ട് അതെല്ലാം കാണാനൊരു പ്രത്യേക ഫീലുണ്ടെന്ന് വെറുതെ പറയുമല്ല. ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. വലിയൊരു ആൽമരമായത്. ഇതിനെ ബനിയൻ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വേരുകൾ താഴേക്ക് ഇറങ്ങിയിട്ടേ അവിടെ ഒരു തൂണ് പോലെ വന്നിട്ട് അങ്ങനെ കളിക്കുന്ന ആൽമരത്തിനെ ബനിയൻ ട്രീ. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇങ്ങനത്തെ ആൽമരങ്ങൾ വരാറുണ്ട്. ചെന്നൈയിലെ ഒരു വലിയൊരു ബനിയൻ ട്രീ ഇതേപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുവാണ്. അങ്ങോട്ടേക്കൊന്നുമില്ല, ആ ഒരു ഭാഗത്തെല്ലാം വനമാണ്, അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് വനമാണ്. ഇത് ഇവിടെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് വേപ്പ് മരങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച മരങ്ങളായിരിക്കാം. ഇവിടെ എല്ലാം നിൽക്കുന്നത് വേപ്പ് മരങ്ങളാണ്. ഇവിടെയും കുറച്ച് ഉരുളൻ കല്ലുകളെല്ലാം കിടപ്പുണ്ട്. ഇത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കൊരു അരുവി കണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, വേറെ ഒരു അരുവി ഉണ്ടായിരുന്നു. അതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോഴവിടെ ഇതേപോലത്തെ ഉരുളൻ കല്ലുകളുണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതായിരിക്കാം. ഇതെവിടെയായിട്ട് നോക്കിയാൽ മയിൽപ്പീൽ കിടക്കുന്നത് നോക്കേ. ഇത് വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം മയിൽ വരും. ഞാൻ മുമ്പ് ഭഗവതിപുരത്ത് വന്നപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് തിരികെ ആ ഒരു റോഡിലേക്ക് പോകാം. റോഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തിരികെ നടന്നപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള സ്ഥലം. ഒരുപാട് വലിയ വലിയ മലനിരകൾ ഇവിടെ നിന്ന് നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അവിടെയായിട്ട് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, റെയിൽവേ ട്രാക്കെല്ലാം കാണുന്നില്ലേ? റെയിൽവേ സ്റ്റേഷൻ്റെ മഞ്ഞ ബോർഡ് കാണുന്നില്ലേ? ട്രെയിൻ പോകുന്ന സമയത്ത് ഇവിടെ വന്ന് നിന്നാൽ അടിപൊളി ഒരു വിഷ്വൽ കിട്ടും. ഇനി ഒരിക്കലും നമുക്ക് അങ്ങനെ വരാം. യെസ്, അങ്ങനെ നമ്മൾ നടന്ന് റെയിൽവേ ട്രാക്ക് കാണുന്ന ആ ഒരു പരിസരത്ത് എത്തിയിരിക്കുകയാണ്. ഇതോ ആ കാണുന്നതാണ് റെയിൽവേ ട്രാക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മൾ പോയ അമ്പലത്തിൻ്റെ പേര് അരുൾമികു കറുപ്പുസ്വാമി ക്ഷേത്രം. കറുപ്പ് സ്വാമി എന്നാണ് എഴുതിയിരിക്കുന്നത്, കറുപ്പ് സ്വാമി എന്നല്ല. തമിഴിലായതുകൊണ്ടായിരിക്കാം. ഇംഗ്ലീഷിലാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലെ പോലെ സ്വാമി എന്നല്ലല്ലോ ഇവിടെ പറയുന്നത്, സ്വാമി എന്നല്ലേ. അപ്പോൾ കറുപ്പ് സ്വാമി ടെമ്പിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോഴവിടെയാണ് നമ്മൾ പോയത്. എന്തായാലും എന്താ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ട്രാക്ക് എത്തും. യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോഴും നമുക്ക് ഈ വഴിയിലൂടെ നടന്ന് റോഡിലേക്ക് പോകാം. എന്തായാലും ഈ ഒരു കമ്പ് കളയണ്ട, പോകുന്ന വഴിക്കെല്ലാവേ പട്ടിയെല്ലാം കാണും. ഇതൊരു സേഫ്റ്റിക്ക് തിരുന്നോട്ടെ. ഇതാ കണ്ടില്ലേ, ഇവിടെയും ഉണ്ട് ചെറിയൊരു കാവ് പോലൊരു പട്ടൊക്കെ കെട്ടിയിട്ട്, കണ്ടില്ലേ? ആ വടിയോ?
ഈ വടി വേണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക. ഇതാ കണ്ടില്ലേ, ഇത് ആ ഒരു കാവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളും എല്ലാമാണ്. ഇവിടെയായിട്ട് അച്ചാറെല്ലാം തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ, അച്ചാർ ഇവിടെയൊക്കെ ആയിട്ട് മുറുക്കൊക്കെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചിരിക്കുന്നതൊക്കെ, മുറുക്ക് പിന്നെ അല്ലാത്ത പലതരം സ്നാക്സ് ഉണ്ട്. കണ്ണാടി കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. മുറുക്കിരിക്കുന്നത് പക്ഷേ പ്ലാസ്റ്റിക് കുപ്പിയാണ്, അപ്പുറത്തേക്കെല്ലാം ഇരിക്കുന്നത് കണ്ണാടി കുപ്പിയാണ്. എന്തായാലും ഈ ഒരു കട കൊള്ളാം. അങ്ങനെ ഞാൻ ഈ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങി. അങ്ങനെ വെള്ളം വാങ്ങിക്കൊണ്ട് നിന്നപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട്. ഇത് എല്ലാ സമയത്തൊന്നുമില്ല, രാവിലെ 7 മണിക്കും വൈകുന്നേരം 5 മണിക്കുമാണ് ഈ ബസ് ഇവിടം വരെ വരുന്നത്. ഇത് തെങ്കാശിക്ക് പോകുന്ന ബസ്സാണ്. ഇവിടെ വന്നിട്ട് യു ടേൺ എടുത്ത് തിരികെ പോകും. ഞാൻ ഈ ബസ്സിൽ പോകുന്നില്ല. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററേ ഉള്ളൂ മെയിൻ റോഡിലേക്ക്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ നടക്കാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടില്ലേ, ബസ്സിൻ്റെ ബാക്കിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഭഗവതിപുരം എന്ന്. ബസ് യു ടേൺ എടുത്ത് തിരികെ പോവുകയാണ്. ഇവിടുന്ന് ഒരാളെ കയറാനുള്ളൂ ബസ്സിൽ. അതാണ് എപ്പോഴും ബസ്സൊന്നും ഇല്ലാത്തത്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമൊന്നുമല്ല. ഈ ഒരു ചേച്ചി മാത്രമേ കയറുള്ളൂ ബസ്സിൽ. ഞാൻ കയറിയാൽ ഞാനും ഉണ്ടായിരുന്നേനെ, പക്ഷേ ഞാൻ നടക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ബസ് നമ്പർ 31A. എന്തായാലും ഈ ബസ് കാണാൻ നല്ലൊരു ഫീലുണ്ട്. ഒരു പഴയ ഒരു ബസ്. എനിക്ക് തോന്നുന്നു ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഈ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടായിരിക്കും പോകുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വഴിയിലൂടെ നേരെ നടന്നു പോകാം. ഇതാ നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോയപ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നതൊക്കെ ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. ഈ വഴി നേരെ ചെല്ലുന്നത് പുളിയറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പുളിയറ ഒരു ചെക്ക് പോസ്റ്റാണ്. തമിഴ്നാടിൻ്റെ RTO ചെക്ക് പോസ്റ്റാണ് പുളിയറ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ KSRTC ബസ്സെല്ലാം വരും. കൊട്ടാരക്കര, കൊല്ലം, പുനലൂർ, പത്തനംതിട്ട, അടൂർ, അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ബസ് പാസ് ചെയ്യുന്നത് ഈ ഒരു പുളിയറ വഴിയാണ്. ഇതാ നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെ നോക്കേ, ഇവിടെയും കാണാം ചെറിയൊരു അമ്പലം. പക്ഷേ തമിഴ്നാടിൻ്റേതായ തനത് ശൈലിയിലുള്ളൊരു അമ്പലമൊന്നുമല്ല, കുറച്ച് അത്യാധുനികമായിട്ടുള്ളൊരു അമ്പലമാണ്. ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞായിരുന്നു, വെള്ളം മേടിക്കാൻ നിന്നപ്പോൾ ആ ഒരു കടയിൽ എൻ്റെ കമ്പ് മിസ്സായി. അപ്പോഴിതാ വേറെ ഒരു കമ്പ് ദൈവമായിട്ട് തന്നെ എൻ്റെ കയ്യിലെത്തിച്ചിരിക്കുവാണ്. കാര്യം ഇവിടെ ഞാൻ 1-2 പട്ടികളെ കണ്ടു. ഇവന്മാരെ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കമ്പ് വേണം. കയ്യിൽ ഒരു കമ്പുള്ളത് നല്ലതാണ്. കണ്ട ഒതുങ്ങിപ്പോന്നണ്ട, ഇല്ലെങ്കിൽ കുരച്ചേനെ. 3 പേര് നിൽപ്പുണ്ട്. ഒരുത്തനെ നമ്മൾ പാസ് ചെയ്തു. ഇതാ ഇവിടെ വേറൊരുത്തൻ നിൽപ്പുണ്ട്. ഇതോ അവിടെ ഒരു വെള്ള മണ്ണിൽ കിടക്കുന്നു നോക്കേ. യെസ്, അങ്ങനെ നമ്മൾ 3 പേരെയും പാസ് ചെയ്തിരിക്കുവാണ്. ഞാനിങ്ങനെ കമ്പുമായിട്ട് നടന്നു പോകുന്ന കണ്ടപ്പോഴേ ഒരാൾ പറഞ്ഞിട്ട് പോവുക, എന്താ കമ്പുമായിട്ട് നടന്നു പോകുന്നത്? ഇല്ല, ചൂണ്ടയിടാൻ നിൽക്കുമല്ലോ, അതേപോലെ ഞാൻ കമ്പുമായിട്ട് നടന്നു പോകുന്നത്. ഈ ഒരു ആംഗിൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ചൂണ്ടയിടാൻ നിൽക്കുമല്ലോ ആ ഒരു പൊസിഷൻ. ഇവിടെയായിട്ട് നോക്കിയാൽ 2 പൈപ്പ് 2 അടുപ്പിച്ചിരിക്കുവാണല്ലോ. അടിയും വഴക്കും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വെള്ളം എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കും. അപ്പോഴേ ഇടയിൽ കയറുന്നവരെ വഴക്ക് പറയും. പിന്നെ അതിനെ ചൊല്ലി വലിയ ബഹളമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും 2 പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്താ വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ കേട്ട് നോക്കി കുറച്ചധികം ആട്ടിനെ മേച്ചുകൊണ്ട് വരുവാണ്. നല്ല രസമുണ്ട്. വലിയൊരു കന്നുകാലി എല്ലാം കൂട്ടത്തോടെ നിന്ന് പുല്ല് തിന്നുവാണ്. എന്തായാലും ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ നല്ലൊരു ഫീലുണ്ട്. പ്രത്യേകതരം മണി നോക്കേ, അത് കൊള്ളാം. ഇതാ ഈ സൈഡിലായിട്ട് നോക്കേ, അടിപൊളി വ്യൂ. ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളെന്ന്. ഇവിടെ നോക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ, കൃത്യമായിട്ടും തട്ടുതട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു കൃഷി രീതി കൊള്ളാം. ഇതാ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോൾ എവിടെയായിട്ട് നോക്കേ, ഇത് മാന്തോപ്പാണ്. കുറച്ചധികം മാവുകൾ നിൽപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം മാവാണ്. അങ്ങോട്ടെല്ലാം ഉണ്ട്, കുറേ ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട്. പക്ഷേ മാങ്ങ പിടിച്ചിട്ടില്ല. മാങ്ങ പിടിക്കുന്ന സീസൺ അല്ലല്ലോ. മാങ്ങ പിടിക്കുമ്പോഴും നല്ല താന്ന് നിൽക്കുമായിരിക്കും അല്ലേ മാങ്ങയെല്ലാം, കൈയെത്തി പറിക്കുന്നത് പോലെ. അതാ ഇതിൽ ഒരു മാങ്ങ നിൽപ്പുണ്ട്. 1 അല്ല 2 നിൽപ്പുണ്ട്. 2 അല്ല, കുറച്ചധികം നിൽപ്പുണ്ട്. ഞാൻ ആദ്യം 1 കണ്ടത്, പിന്നെ 2 കണ്ടു, പിന്നെ കുറച്ചധികം കണ്ടു. ഇതാ കണ്ടില്ലേ, ഇവിടെ നിൽക്കുന്നുണ്ടോ 2. ഇതാ 2. ഇത് ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് ഇവിടെ എല്ലാം ഉണ്ട്. അതിനിടയിലായിട്ട് സൂക്ഷിച്ച് നോക്കണം, അപ്പോൾ കാണാൻ പറ്റും. ഇതാ വീണ്ടും കുറച്ചും കൂടെ നടന്നു വന്നപ്പോൾ ഇത് എവിടെയായിട്ട് നോക്കേ, ഈ പൈപ്പ്. ഇത് തമിഴ്നാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കാണും. പക്ഷേ ഇത് പ്രവർത്തനമല്ല. ദൈവം കിടക്കുന്ന കണ്ടില്ലേ, ഇവൻ്റെ ഈ കിടത്ത കാണുമ്പോഴറിയാം ചാടി എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള കിടത്തയാണെന്ന്. ഈ ഒരു കട നോക്കേ, നല്ല ഭംഗിയുള്ളൊരു കടയിലെ കൊച്ചൊരു കട. കുറച്ചധികം സാധനങ്ങളൊക്കെ ആയിട്ട് അത് കാണാൻ നല്ലൊരു ഫീലുണ്ട്.
ചെറിയൊരു പലചരക്ക് കടയാണ്. ഫ്രണ്ടിലായിട്ട് നോക്കി പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഒരു കിറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു സംവിധാനം കൊള്ളാം. എന്തായാലും അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കാൻ പറ്റും. അതായത് ഈ വീടുകളൊക്കെ നോക്കി ഇതിൽ ആൾതാമസമുണ്ട്. ഞാൻ കണ്ടായിരുന്നു ഒരു അമ്മ അകത്തേക്ക് നടന്നു പോയത്. ഈ പാട്ട് കേൾക്കുന്നില്ലേ? ഈ പാട്ടിൻ്റെ ഈ പാട്ട് ഷൂട്ട് ചെയ്തത് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. എന്തായാലും കറക്റ്റായിട്ട് ഞാനിവിടെ വന്നപ്പോൾ ആ പാട്ട് കേൾക്കാനും പറ്റി. ഇത് ധനുഷ് അഭിനയിച്ച കുട്ടി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഇത് അല്ലു അർജുൻ അഭിനയിച്ച ആര്യ എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ് റീമേക്കാണ്. അതിലെ പാട്ടാണ് ഈ പാട്ട്. കുറച്ചധികം ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതെല്ലാം കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിനറിയാം. ഉറക്കെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ട്രാക്ടറൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടികൾ ധാരാളം കാണാൻ സാധിക്കും. അങ്ങനെ ഈ പാട്ട് കേൾക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തമിഴ്നാട്ടിലെ പെൺകുട്ടികൾ വയസ്സൊക്കെ വന്നു എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ പാട്ടെല്ലാം കേട്ടിട്ട് നടന്നു വന്നപ്പോഴാ നോക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിവിശാലമായിട്ടുള്ള കൃഷിപ്പാടവും അതിന് അങ്ങ് എൻഡിലായിട്ട് വലിയ വലിയ മലനിരകളും. എന്താ ആശ്വാസം ആ പാട്ട് നിന്നപ്പോൾ. അങ്ങനെ ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളും ഒക്കെ ആയിട്ട് കാണാൻ നല്ലൊരു ഫീലുണ്ട്. എനിക്കൊന്ന് ഈ പാട്ട് കൊല്ലം വരെത്തിയാലും കേൾക്കാൻ തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് ഒച്ചത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇതെവിടെയായിട്ടൊരു ക്രിസ്ത്യൻ പള്ളിയും കാണാം. പക്ഷേ ക്രിസ്മസ് ആയതിൻ്റെ ആ ഒരു വലിയ ഓളമൊന്നും കാണുന്നില്ല. ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറവാണ് ഈ ഒരു ഭാഗത്തൊക്കെ. പക്ഷേ എന്നാലും കുറച്ച് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടൊരു പള്ളിയുടെ ആ ഒരു ഓളം കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പച്ചപ്പ് മാറിയിട്ടൊരു ഗോൾഡൻ കളറാവുമെന്ന്. ഇതോ അങ്ങ് ദൂരെയായിട്ട് കാണുന്ന ആ ഒരു അവിടെയെല്ലാം കാണുന്ന ആ ഒരു നെല്ലിന് ആ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തും ഇവിടെയും ആ ഒരു പച്ചപ്പ് മാറിയിട്ട് ഗോൾഡൻ കളർ ആവും. അപ്പോഴാ ഗോൾഡൻ കളർ ആകുന്നതിന് മുന്നേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. എന്തായാലും ദൂരെയായിട്ട് ആ ബസ് വരുന്നത് നോക്കെ നല്ലൊരു ഭംഗിയുണ്ട്. വലിയ വലിയ മലനിരകളും അതിന് നടുക്കൂടുള്ള വഴിയിലൂടെ ആ ഒരു ബസ് വരുന്നത് കണ്ടില്ലേ? ഞാൻ വിചാരിച്ചു ഈ ഒരു അമ്മ ആ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുവാണെന്ന്. പക്ഷേ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നോക്കെ നല്ലൊരു ഫീലുണ്ട്. പഴയ ഒരു തമിഴ്നാട് ബസ്. ഇപ്പോൾ സമയം 5:15 എന്തായാലും എന്താ ഇങ്ങോട്ട് നോക്കേ. ഈ ഒരു വഴി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡിലും തെങ്ങൊക്കെ ആയിട്ട്, രണ്ട് സൈഡിലും വയലും. എന്തായാലും നടുക്കൂടെ ഒരു ഓട്ടോ വരുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അടിപൊളിയല്ലേ? ഒരു കാളവണ്ടി വന്നായിരുന്നേ കൊള്ളായിരുന്നല്ലേ? ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോഴേ ഇവിടെ ആയിട്ടൊരു കടയുണ്ടായിരുന്നു. നല്ല ഫീലുള്ളൊരു കടയായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചന്ദ്രൻ ചേട്ടനാണോ ചെല്ലൻ ചേട്ടനാണോ പാലക്കാട് ചെല്ലൻ ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നല്ലോ. അതേ ഒരു ഫീല്. ഒരുപക്ഷെ അതിനേക്കാളൊരു 2 മടങ്ങ് ഭംഗി കൂടുതലായിരുന്നു ഈ ഒരു കടയ്ക്ക്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ അത് കാണാൻ പറ്റിയത് വലിയൊരു കാര്യം. ഇപ്പോഴും നോക്കെ ആ കടയെല്ലാം പൊളിച്ചിരിക്കുവാണ്. അത് വലിയൊരു നഷ്ടമായിപ്പോയി. ഞാനിതുവഴി വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ ഒരു കട കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ നമ്മൾ ആ ഒരു കടയുടെ പരിസരത്ത് നിന്ന് വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു അമ്പലമെല്ലാം കാണാം. ഞാൻ മുൻപ് വന്നപ്പോൾ ഇവിടെ ഒരു മണിയെല്ലാം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാ മണിയൊന്നും കാണുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പിന്നത്തേക്കൊന്നും മാറ്റി വയ്ക്കരുത് യാത്രകളെ. ഓരോ സ്ഥലങ്ങളും ഓരോ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ ഉടനെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയോടെ നമുക്ക് പല സ്ഥലങ്ങളും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഭഗവതിപുരവും പരിസരവും എല്ലാം കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള റോഡ് നേരെ ചെല്ലുന്നത് പുളിയറ ചെക്ക് പോസ്റ്റിനടുത്താണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആ പുളിയറ ചെക്ക് പോസ്റ്റിനടുത്തുള്ള റോഡിൽ എത്താറായിരിക്കുവാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത്. പിന്നീട് നമ്മളവിടെ പോകുമ്പോൾ ആ ഒരു സ്ഥലത്തിന് ചില സ്ഥലങ്ങളിൽ ആ ഒരു ഭംഗി കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ അങ്ങനെ തോന്നി. കാര്യം ഞാൻ മുമ്പ് വന്നപ്പോൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ നല്ല മനോഹരമായിരുന്നു. ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. പക്ഷേ ഇന്ന് നോക്കിയപ്പോഴും മരങ്ങളെല്ലാം മുറിച്ചിരിക്കുവാണ്. അതേപോലെ ഞാനിങ്ങോട്ട് നടന്നു വരുന്ന വഴിക്കൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു ചായക്കടയുടെ കാര്യം. ആ ഒരു കടയും ഇപ്പോഴില്ല. അപ്പോഴങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ നഷ്ടമാകുന്നുണ്ട്. എന്തായാലും നമ്മൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കരുത്, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. പൈസ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുക്കളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുവാണെങ്കിലും, ഞാൻ അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ആരെങ്കിലും മരണപ്പെട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ യാത്ര മാറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആ യാത്രയ്ക്ക് പുറപ്പെടണം. കാര്യം ഇതേപോലെ ഓരോ യാത്രകളും മാറ്റി വയ്ക്കുമ്പോൾ സ്ഥലങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ സ്ഥലങ്ങൾക്കും സംഭവിക്കും.
അത് വലിയൊരു കാര്യമാണോ എന്ന് വെച്ചാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാലും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ ഈ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പോഴെന്തായാലും ഞാൻ നടന്ന് പുളിയറ ചെക്ക് പോസ്റ്റിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് തെങ്കാശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയുണ്ട്. തെങ്കാശിയിൽ നിന്ന് കൊല്ലം, തിരുവനന്തപുരം ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന KSRTC ബസ്സുകളുണ്ട്. പിന്നെ അല്ലാത്ത തമിഴ്നാടിൻ്റെ ബസ്സുകളും ഉണ്ട്. അപ്പോൾ ആ ബസ്സുകളെല്ലാം ഈ ഒരു സ്ഥലത്ത് നിർത്തും, പുളിയറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തും. അപ്പോൾ ആ ഒരു ബസ്സിൽ കയറിയിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ഹൈവേ. ബസ് നിർത്തുന്നത് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയാണ്. അത്യാവശ്യം ചെറിയ കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പുളിയറ. KSRTC ബസ്സെല്ലാം ഇവിടെ കഴിക്കാൻ വേണ്ടി നിർത്തും. തിരുനെല്ലിവേലിക്കും മധുരയ്ക്കൊക്കെ പോകുന്ന KSRTC ബസ് ചിലപ്പോൾ ഇവിടെ കഴിക്കാനൊക്കെ നിർത്താൻ സാധ്യതയുണ്ട്. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, കോട്ടയം 142 കിലോമീറ്റർ. ഇത് അങ്ങോട്ടേക്കെല്ലാം കണ്ടില്ലേ, നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം കണ്ടതുപോലത്തെ ആ ഒരു വയൽ പ്രദേശവും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പോഴെന്തായാലും നമുക്കിനി അത് വീണ്ടും പോയി കാണേണ്ട കാര്യമില്ല. നമുക്കിവിടെ നിന്ന് ബസ്സിന് വെയിറ്റ് ചെയ്യാം. ഞാനിങ്ങനെ പുളിയറ ചെക്ക് പോസ്റ്റിൽ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. പേര് മുരുകൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ കേരളത്തിൽ പത്തനംതിട്ടയിൽ കച്ചവടം ചെയ്യുന്നതാണ്. ഓക്കെ, പാക്കല. ഞാനിങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ചിക്കൻ്റെ വില 180 രൂപ ബോർഡിൽ എഴുതി തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റോഡിലേക്ക് നടന്നു വന്നപ്പോഴത് എവിടെയായിട്ട് ചെറിയ ഹോട്ടലെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത്യാവശ്യം ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് പുളിയറ. അതുമാത്രമല്ല അങ്ങോട്ടേക്കും ഉണ്ട് ഹോട്ടലും കാര്യങ്ങളും എല്ലാം. ഇത് ചെറിയൊരു തട്ടുകടയാണ്. ഈ ഒരു തട്ടുകടയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ അടുത്തെത്തിയപ്പോഴത്തേക്കും നല്ല മണം, ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും എല്ലാം മണം. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിക്കാൻ റെഡി ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇടിയപ്പവും ബീഫ് കറിയും ഉണ്ട്, ചിക്കൻ കറിയും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇടിയപ്പവും ചിക്കൻ കറിയും വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം സമയം 5:40 ആയിട്ടുണ്ട്. എനിക്കൊന്ന് 6 മണിയാവുമായിരിക്കാം ഇവരുടെ ശരിക്കുള്ള സമയം. എന്തായാലും ഞാൻ വന്നതുകൊണ്ട് അത്യാവശ്യം ധൃതി പിടിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. ഇവിടെയായിട്ട് ഇതാ ഈ കാണുന്നത് ഇത് ചിക്കൻ കറിയാണ്. അടിപൊളി ചിക്കൻ കറിയാണ്, അടിപൊളി ഗ്രേവി. ഇത് നോക്കേ, ഇത് ബീഫ് കറി ആയിരിക്കാം. വാ, വേറെ ലെവല്. സത്യം പറയാമല്ലോ, ഇത്രയും നേരം വിശന്നില്ലായിരുന്നു. ഈ ഒരു മണം കേട്ടപ്പോഴത്തേക്കും, മണത്തപ്പോഴത്തേക്കും നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കഴിക്കാം. യെസ്, അങ്ങനെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ, സൂപ്പാണോ? എന്ത് സൂപ്പ്? മാട്ടുപാല്. മാട്ടിൻ്റെ വാൽ സൂപ്പാണത്. ഓ, നടുവേദന അങ്ങനത്തെ വേദനകൾക്കെല്ലാം മാറാൻ ഈ മാട്ടിൻ്റെ വാലിൻ്റെ സൂപ്പ് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് എത്ര വില? 35 രൂപയാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഇടിയപ്പവും ബീഫ് കറിയും വന്നിട്ടുണ്ട്. ബീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ബീഫ്. നോക്കേ, പെരൽ വെച്ചതാ, ചുമ്മാ പ്രസ് ചെയ്തപ്പോഴേ ഇളകി വന്നു. അടിപൊളി ബീഫ് കേട്ടോ, സൂപ്പർ ബീഫ്. ബീഫ് ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും ഞാൻ വിചാരിച്ചല്ല. ഇത് നാട്ടുകോഴി കറിയും കൂടെ തന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. നാട്ടുകോഴി നമ്മുടെ ബ്രോയിലർ കോഴി പോലെയല്ല, കുറച്ച് കട്ടി കാണും, പക്ഷെ എന്നാലും ടേസ്റ്റ് ആയിരിക്കും. സത്യത്തിൽ കഴിച്ചില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചു. ഈ ഒരു കടയുടെ ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയായിട്ട് രാജപാളയം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, രാജപാളയം. ആ ഒരു ബോർഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഈ ഒരു കടയുള്ളത്. പേര് സെയ്തലി അല്ലേ? ശരി, കാണാം. 4 ഇടിയപ്പം, ഹാഫ് ബീഫ് കറി എല്ലാം ചേർത്ത് 60 രൂപയായുള്ളൂ. ഫുൾ ബീഫ് കറിക്ക് 60 രൂപയും ഫുൾ ചിക്കൻ കറിക്ക് 60 രൂപയാണ്. എല്ലാത്തിനും 60 രൂപ തന്നെയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഒരു ബീഫ് കറി തന്നെയാണ് കേട്ടോ. കാര്യം ഞാൻ ഫുൾ ബീഫ് കറി മേടിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഫുൾ ബീഫ് കറി വാങ്ങാറില്ല. കാര്യം ചില സ്ഥലങ്ങളിലെ ബീഫ് ഭയങ്കര റബ്ബർ കണക്കിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ബീഫ് കറി ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. അത് ഫുള്ള് വാങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഹാഫ് വാങ്ങി ഇടിയപ്പം എല്ലാം കഴിച്ചപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹം കുറച്ച് ചിക്കൻ കറിയും കൂടെ ഫ്രീ ആയിട്ട് തന്നായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു. ഫുൾ ബീഫ് കറി മേടിച്ചാലും നമുക്ക് മുതലായിരുന്നു. അപ്പോഴെന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും പുളിയറ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച ആ ഒരു ചെറിയ തട്ടുകട ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഗ്രേവി ഒന്നും ഭയങ്കര ഞാൻ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെയൊന്നും പറയുന്നതൊന്നുമില്ല, പക്ഷേ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തിയാണ്.
അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്താണ് ബസ് നിർത്തുന്നത്. ഇവിടെ ദാ ചെറിയൊരു അമ്പലവും എല്ലാമായിട്ടുള്ളൊരു ചെറിയൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് മാറിയാണ് ബസ് നിർത്തുന്നത്. ആലപ്പുഴ 139 കിലോമീറ്റർ, കൊച്ചി 198 കിലോമീറ്റർ. ഇവിടുന്ന് കൊല്ലത്തേക്ക് 100 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. യെസ്, അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇതാ ഒരു ബസ് വന്ന് നിൽപ്പുണ്ട്. ഇത് പത്തനംതിട്ട ബസ്സാണ്. ഇതിന് ബാക്കിലായിട്ടൊരു കൊല്ലം ബസ് വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ,